റിവേഴ്സ് പോട്ടെ. ഒന്നും കൂടി ബാക്ക് എടുത്തിരിക്കും. എവിടെയാണ് എന്താണെന്ന് നോക്കും. കടയൊക്കെ പോകും. ആ പോട്ടെ അങ്ങോട്ട് പോട്ടെ ആ പോട്ടെ വണ്ടി അസ്സലാമലൈക്കും. ഷുഹൈബാണ്. നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. നമ്മളിന്നുള്ളത് മൂന്നാറാണ് കേട്ടോ. മൂന്നാർ നല്ല തണുപ്പുണ്ട്. മൂന്നാറത്തെ കാലാവസ്ഥ വെച്ച് ഇപ്പോൾ എല്ലാവരും കുറച്ച് മൂന്നാർ വരാനും ഭയങ്കരമായിട്ട് ആൾക്കാർ മൂന്നാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെയുള്ള എല്ലാ ബോർഡറുകളൊക്കെ അടച്ചിരിക്കണം. അപ്പോൾ നമ്മളെ വരവൊന്ന് ഷെഡ്യൂൾ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്ക് എല്ലാ പോയിന്റുകളും കാണാൻ കഴിയില്ല. മാക്സിമം സ്ഥലങ്ങൾ കാണാൻ പിന്നെ മൂന്നാർ വന്നാൽ എങ്ങനെ കാണാൻ കഴിയും, മാക്സിമം സ്ഥലങ്ങൾ എങ്ങനെ കാണാൻ കഴിയും, ഏത് സമയത്താണ് വരാൻ നല്ലത്. ഇപ്പോൾ നമ്മൾ മൂന്നാർ നമ്മൾ പല പോയിന്റിലും പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടില്ല. ഭക്ഷണത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഭക്ഷണം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ മൂന്നാർ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ മാത്രം പറയല്ല, കുറച്ച് വരാൻ പോണ ആളുകൾക്ക് കുറച്ച് ഇൻഫർമേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് പറഞ്ഞു തരണം. അതിനെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, നമ്മളെ ഒരു യാത്രനെ നമുക്ക് നല്ല ഫുഡ് എങ്ങനെ കിട്ടാം, പിന്നെ വളരെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ കഴിയും എന്ന് ഞങ്ങൾ ചെയ്ത ഒരു സിസ്റ്റം അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മൂന്നാർ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. 17 സീറ്റുള്ള ഒരു മിനി ട്രാവലറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, മൂന്നാർ പോകുന്നത്. മണ്ണാർക്കാട്ടിൽ നിന്ന് മൂന്നാർ പോകുന്നത്. നല്ല അടിപൊളി സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 3-3:30 സമയത്ത് അടിമാലി എത്തി. അവിടെ ഫ്രഷപ്പിന് റൂം എടുത്ത് ഒരു 7-7:30 സമയത്ത് അടിമാലിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടിപൊളി ഫുഡാട്ടോ അടിമാലിയിൽ. നമുക്ക് ഉച്ചക്ക് വേണ്ട ഫുഡ് മൂന്നാർ ശരിക്കും നമ്മൾ പോണ സമയത്ത് ടോപ്പ് സ്റ്റേഷന്, എക്കോ പോയിൻറ്റ്, കുണ്ടല ഡാം, ആ ഒരു റൂട്ടിലായിരിക്കും നമ്മൾ മിക്കവാറും ഉണ്ടാകുക. അപ്പോൾ അവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് നമുക്കുള്ള ഫുഡ് അവിടെ എക്കോ പോയിൻറ്റിൻ്റെ അടുത്തെത്തും. നമ്മൾ വരയാടുകളെ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവരുടെ വണ്ടിയിൽ തന്നെ പോയിട്ട് ആ സംഗതി ഒഴിവാക്കിയിട്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ, പിന്നെ അതുപോലെ ആ ഒരു റൂട്ട്, അതായത് മൂന്നാറിന് ഏകദേശം 40 കിലോമീറ്ററാണ് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ആ പോണ വഴിയിൽ നമുക്കൊരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ കയറിയിട്ട് ഒരു ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ചായ കുടിക്കുക. അവിടുന്ന് ചായപ്പൊടി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞങ്ങളവിടെ നിർത്തി, അവിടെ ഫാക്ടറിയിൽ നിർത്തി ഓരോ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് റിലാക്സായി ഒന്ന് ഫ്രഷായി. കാരണം നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് ഈ മൂന്നാറിൽ നിന്ന് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഫാക്ടറിയുടെ അടുത്ത് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷായി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് വണ്ടികൾ പോകട്ടെ, ഭയങ്കര തിരക്കാണ് മൂന്നാർ. ഞങ്ങൾ പോകുന്നത് ഒരു ബുധനാഴ്ച ആയിട്ട് പോലും ഭയങ്കര തിരക്കാണ്. ശനി ഞായർ അവോയ്ഡ് ചെയ്യുക, ഒരിക്കലും പോകാൻ നിൽക്കരുത്. ശനി ഞായർ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയില്ല. മൂന്നാറത്തെ ബ്ലോക്ക് കണ്ടു പോരേണ്ടി വരും, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ശനി ഞായറും ഒരിക്കലും നമ്മളെ യാത്ര പ്ലാൻ ചെയ്യരുത്, ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. ഭയങ്കര തിരക്കാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ മാക്സിമം തിരക്കുണ്ട്. കാരണം കോളേജും സ്കൂളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്, ഒക്കെ എല്ലാവരെയും ടൂറിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായ കുടിച്ച് പിന്നെ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഉദ്ദേശിച്ചത് ടോപ്പ് സ്റ്റേഷനാണ്. കാരണം എല്ലാ വണ്ടികളും ഇവിടുന്ന് അങ്ങോട്ട് താഴ്ന്ന് ഓരോ ഭാഗങ്ങൾ കണ്ടുപോവാണ്. ഫാക്ടറി, പിന്നെ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ എക്കോ പോയിൻ്റ്, പിന്നെ മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരൊക്കെ റൂട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് ആദ്യം പോണത്. അതിൻ്റെ ഇടയിൽ ഫാക്ടറിയിൽ ഒന്ന് നിർത്തി. ആ പോണ പോക്ക് നല്ല വൈബാണ്, സൂപ്പറാണ്. കാരണം ആ ഒരു റൂട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് നല്ല കംഫർട്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡായിരുന്നു. ഞാൻ മഹേന്ദ്രൻ എന്നാണ് പേര്. മൂപ്പരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. മണ്ണാർക്കാട്ടുകാർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ ഉള്ളിലുള്ളവർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. നമ്മൾ പോകുമ്പോൾ കോളേജ് ബസ്സുകളും ഒക്കെ അടിപൊളി പിന്നെ സെറ്റപ്പായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത്. ഈ രാവിലെ ഒരു എന്താ പറയുക, ഒരു 10-11 മണിക്കാണ് ഇപ്പോൾ ശരിക്കും ഏകദേശം ഇവർ ഈ ഇത്രയും വണ്ടികളും ബ്ലോക്കൊക്കെ. എന്തായാലും ഞങ്ങളാദ്യം ടോപ്പ് സ്റ്റേഷനാണ് തിരഞ്ഞെടുത്തത്. പോണത് നല്ല തന്നെയൊന്നും ഒരുപാട് സ്പീഡിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. പതുക്കെ പോയി. ഞങ്ങളുടെ മുമ്പിൽ പിന്നെ വണ്ടിയുണ്ട്, കോളേജിൻ്റെ വണ്ടിയുണ്ട്. മലപ്പുറംകാരാട്ടോ കൂടുതൽ, മലപ്പുറത്തുകാരാണ് നമ്മളവിടെ കണ്ടത്. മലപ്പുറത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ഞങ്ങൾ പോയ ദിവസം ഏറ്റവും കൂടുതൽ. നല്ല അടിപൊളിയായിട്ട് ഫ്ലെക്സൊക്കെ വെച്ചിട്ട് കോളേജിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വന്ന കാരണം. അതായത് ഇപ്പോൾ ഒരു പക്ഷേ കൊറോണ കാരണം അപ്പോൾ അത് അടച്ചിടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത, പിന്നെ അതുപോലെ നമ്മളെ ബോർഡറുകളൊക്കെ അടക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് കാരണം വേറെ സംസ്ഥാനത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് എല്ലാവരും മൂന്നാർ സെലക്ട് ചെയ്യുന്നു. മൂന്നാറും വയനാടൊക്കെ തിരക്കാന്ന് പറഞ്ഞ്. മൂന്നാർ നല്ല തിരക്കാണ്. എന്തായാലും ഞങ്ങൾ അവിടെ നിർത്തി റോട്ടിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. രാവിലെ ഈ ഉച്ച ആയിട്ടില്ല, അതിൻ്റെ മുമ്പാണ് ഈ അവസ്ഥ. റോട്ടിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി. ഒരു ബൈക്കിന് പോലും പോകാൻ ഗ്യാപ്പില്ലാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു.
അപ്പോൾ എന്തായാലും അവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസുകാരൊന്നുമില്ല, പക്ഷെ നാട്ടുകാരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ട്രാഫിക് നിയന്ത്രണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബസ്സുകളൊക്കെ എന്താ പറയുക, ചെറിയ റോഡും കൂടിയല്ല, എന്നാലും കുറച്ച് ഇപ്പോൾ വീതി കൂട്ടിയിട്ടുണ്ട്. അവിടെ പോയ സമയത്ത് ഒരു KSRTC ഉണ്ട്, അവിടെ ഒരു കടമയൊക്കെ തട്ടി നിൽക്കുന്നത്. റിവേഴ്സ് പോട്ടെ. ഒന്നും കൂടി ബാക്ക് എടുത്തെടുക്കേ. എവിടെയാണ് എന്താണെന്ന് നോക്കുക, കടയൊക്കെ പോയി. ആ പോട്ടെ അങ്ങോട്ട് ആ പോട്ടെ വണ്ടി. മൂന്നാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോട മൂടുക, പിന്നെ അതുപോലെ നമുക്ക് ഈ കോട ഇല്ലാത്ത സമയത്ത് നമുക്ക് കമ്പം തേനി, പിന്നെ അതുപോലെ കൊടൈക്കനാൽ ഒക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടും അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, അത് വേറെ വിഷയം. എന്തായാലും ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വില കൂടുതലാണ്, എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില കൂടുതലാണ്. എന്തായാലും ഞങ്ങൾ പോണ സമയത്ത് മലപ്പുറത്തൊരു ടീംസ് എൻ്റെ പൊന്നു മക്കളെ അടിച്ച് പൊളിച്ച് ആടി വരുന്നുണ്ട്. തകർക്കാണ് കേട്ടോ. ഇതാണ് പുതിയൊരു ട്രെൻഡ്. ഒരു DJ ബോക്സും വെച്ച് റോഡിൽ കൂടി ഫുൾ ഡാൻസ്, പൂരപ്പറമ്പാക്കണം. മൂന്നാർ പൂരപ്പറമ്പാക്കണം. എപ്പോഴാ നോക്കിയാലും അങ്ങനത്തെ കാഴ്ച കേട്ടോ. പൊളിയാണ്, ചെക്കന്മാർ പൊളിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ളവരെ ശല്യം ചെയ്യണതോ ഒന്നുമില്ല. ഓരോ ഡാൻസ്, ഓരോ സെറ്റപ്പായിട്ട് അങ്ങനെ പോവാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും വേറുള്ള എല്ലാ സാധനങ്ങൾക്കും, സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും മര്യാദ വില ഉണ്ട് അവിടെ. അവിടുന്ന് പർച്ചേസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഭയങ്കര വിലയാണ്. അവിടുന്ന് പർച്ചേസ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതാണ് നല്ലത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എല്ലാത്തിനും ഭയങ്കര വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. 10 രൂപ 5 രൂപയൊക്കെ കൂടുതലാണ്. നമ്മളൊരു ഒരു കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ടൊക്കെ കയ്യിൽ വെച്ച് വരുന്ന ആൾക്കാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കുറേ പൈസ ചിലവാകും. നമ്മൾ വെള്ളം കയ്യിൽ കരുതുന്നത് നന്നാവും. കാരണം ടോപ്പ് സ്റ്റേഷനിൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ ബൈക്കിൽ വരുന്ന സമയത്ത്, ഞങ്ങൾ ഇതിൻ്റെ മുമ്പൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ടോപ്പ് സ്റ്റേഷനിലാണ്. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാനും പിന്നെ ഒക്കെ. ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാർ. പലവട്ടം വന്നിട്ടുണ്ട്. അവിടേക്കുള്ള എൻട്രി ഫീസ് 20 രൂപ കേട്ടോ. അവിടെ അങ്ങനെ എല്ലാവരും എൻട്രി ഒന്നും എടുക്കണില്ല. നമ്മളെന്ത് ചെയ്തു, എടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് ദൂരക്കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ നല്ല വ്യൂ ആണ്. നല്ല എന്താ പറയുക, ദൂരത്തുള്ള കാഴ്ചകൾ, ആ കാട്, പിന്നെ മലകൾ ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ. പിന്നെ അവിടെ നോക്കിയാൽ ഈ പറഞ്ഞമാതിരി അവിടെ പറയപ്പെടുന്ന സംഗതി കൊടൈക്കനാലും കമ്പം തേനിയൊക്കെ കാണാമെന്നുള്ളതാണ്. അതൊന്നും ഞാനിതുവരെ പോയിട്ട് കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ച അടിപൊളി കേട്ടോ. ശരിക്കും നമുക്ക് വേറെ ഒരുപാട് സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒതുക്കണം കാഴ്ച. താഴേക്ക് പോകാൻ പാടില്ല. നമ്മളെന്തായാലും താഴേക്ക് പോയി. താഴേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അവിടുന്ന് വേറൊരു വ്യൂ ആണ്. നല്ല രസമുള്ള വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സെറ്റപ്പ് വ്യൂ ആണ്. താഴേക്ക് പോകും തോറും എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ട്രക്കിംഗ് മൈൻഡ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ താഴേക്ക് പോവുക. ഈ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ, വയസ്സായ ആൾക്കാർ, പിന്നെ ഈ ഹാർട്ട് പേഷ്യൻസ് ഒന്നും, പിന്നെ ഈ കുട്ടികളൊക്കെ എടുത്തിട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് പോകാതിരിക്കണതാണ് നല്ലത്. അങ്ങനെ വലിയൊരു കാഴ്ചയൊന്നും അവിടെ എന്തില്ല, അവിടെ ഇല്ല, താഴെയൊന്നുമില്ല. നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച തന്നെയാണ് താഴെയുള്ളത്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അതിനാണ് അതിൻ്റെ ഒരു വൈബ്. പിന്നെ കോളേജ് കുട്ടികളൊക്കെ ഏത് ഭാഗത്തേക്കും പോകും. കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആരോഗ്യപരമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർ ഒരിക്കലും താഴേക്ക് പോകാതിരിക്കരുത്, പോകണം. പിന്നെ ഒരുപാട് സ്ഥലത്ത് പിന്നെ വീണ്ടും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചിലപ്പോൾ നമുക്ക് കട്ടൗട്ടോ. നമ്മൾ താഴേക്ക് പോകുന്നവരെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ, 1 മണിക്കൂറിനുള്ളിൽ പിരിയേണ്ടത് നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആവും. താഴെ പോകും തോറും നമുക്ക് ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ കയറാൻ അവിടെ പോയപ്പോൾ നമുക്കൊരു പൊളി ടീംസിനെ കിട്ടിയിട്ടു. അടിപൊളി ചെക്കന്മാർ, സൂപ്പർ ചെക്കന്മാർ. മലപ്പുറം എവിടെ? തിരൂര്. കോളേജാ? ഏതാ കോളേജ്? KD കോളേജ്. പേരെങ്ങനെയൊക്കെയാണ്? പേര് ഷമീർ, നിയാസ്, മുല്ല, ശരിക്കുള്ള പേരിന് ഇൻസ്റ്റാഗ്രാം പേര് പറഞ്ഞു. എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവില്ല ഒരു പൊളി ഐറ്റം. അതാണ് മുഹമ്മദ് ആദിൽ CK. ശരിക്കും ആ ഗ്യാങ്ങിൻ്റെ ഒരു രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ്.
എന്തായാലും ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു വൈബ് തന്നെയാണ് ചെക്കൻ അതിൽ മുതലാണവന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, വേഗം തിരിച്ചു. അവിടുന്ന് തിരിച്ച് ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം എക്കോ പോയിൻ്റാണ്. എക്കോ പോയിൻ്റ്. അപ്പോൾ എക്കോ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കുള്ള ഫുഡ് ഉള്ളത്. എന്തായാലും എക്കോ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴും നമുക്ക് സമാനമായ കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എന്ത്, അവിടെയുള്ള ചെക്കന്മാരെ എക്കോ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തുനിന്ന് ഫുഡ് അടിച്ച് ഞങ്ങൾ സെറ്റായി. അടുത്തായിട്ട് നമ്മളെ മാട്ടുപ്പെട്ടി ഡാം ഉണ്ടല്ലോ, അതിൽ നമ്മൾ കുണ്ടല ഡാം നമ്മൾ ഒഴിവാക്കി. കാരണം ഞാൻ പറഞ്ഞില്ല, താഴേക്ക് പോയ കാരണം കുറച്ച് സമയം നമുക്ക് അവിടെ വഴുകി. കുണ്ടല ഡാം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അല്ലെ നമ്മൾ പിന്നെ അടുത്ത പോണ സ്ഥലം മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്, ഒക്കെ ഒരൊറ്റ റൂട്ടിലാണ്. 40 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലിറങ്ങണം. മാട്ടുപ്പെട്ടി ഡാം നല്ല അടിപൊളി വൈബ് കേട്ടോ, നല്ല സെറ്റപ്പ് സ്ഥലം. അവിടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പറയുക, വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കിട്ടും കേട്ടോ. കുറച്ചും കൂടി എപ്പോഴും കണ്ടെടുത്തോളം ഏറ്റവും നല്ല വൃത്തിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സ്ഥലം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ തൊട്ടടുത്താണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമുക്കൊരു വൃത്തി കണ്ടില്ല. അടിപൊളിയായിട്ട് ഇങ്ങനെ ആ ചോളകം അതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല രസത്തിലൊരു തരുന്നുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റി കേട്ടോ. ഇത് ശരിക്കും നമ്മളെ എല്ലായിടത്തൊന്നും കിട്ടില്ല, ഞങ്ങളുടെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെയാണ് ഇപ്പോൾ ഇത് കിട്ടുക. ഭയങ്കര രുചിയുള്ള സാധനങ്ങളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് എന്താ പറയുക 1-2 ഐറ്റംസൊക്കെ വാങ്ങി ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ നേരെ ഡാമിൻ്റെ അടുത്തേക്കാണ് പോണത്. നമ്മളവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും നിന്നില്ല, ബോട്ടിങ്ങിനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂടുതൽ സമയം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടില്ല. എന്തായാലും ഡാമിൻ്റെ ഒരു വ്യൂ കണ്ടു. അവിടുന്ന് പിന്നെ കൂടുതൽ സമയം നിൽക്കാതെ നമുക്ക് അവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്, അവിടെ എപ്പോഴും കാണാറുണ്ട്. അവിടെ നിന്ന് കയറണം. നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, നമ്മളെ പിന്നെ ഗൈഡാണല്ലോ, മൂപ്പര് പറഞ്ഞു നമ്മളെടുത്ത് നമുക്ക് ഗാർഡനിൽ പോകാം, അവിടെ പൊളിയാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതുവരെ നിങ്ങൾ കാണാത്ത ഐറ്റംസ്, നമ്മൾ പല ഭാഗത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാറുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നേരെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ നിർത്തി. നല്ല സെറ്റ് സ്ഥലത്താണ് കേട്ടോ ഗാർഡൻ ഉള്ളത്. അവിടെ സാധാരണ വെറും പൂക്കൾ മാത്രമല്ല, വേറെ ഒരുപാട് ഐറ്റം ചെടികളും. ഈ ഗാർഡനിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പോണ സമയത്ത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അവിടെ എന്തായാലും കയറണം. അവിടെ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ചായപ്പൊടി, പിന്നെ അതുപോലെ സ്പൈസസ് ഐറ്റംസ്, അങ്ങനെ കുറേ സംഗതികളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുമ്പോൾ തന്നെ ഈ ഒരു ഗാർഡൻ്റെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബുഷൊക്കെ വെട്ടി, പിന്നെ ചായപ്പൊടി ഐറ്റംസ് കൊണ്ടൊക്കെ ഒക്കെ നമുക്ക് ആ കയറുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കര എനർജി കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക്. അവിടെ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് നമുക്ക് 50 രൂപയാണ് അഡൽറ്റ്. പിന്നെ കുട്ടികൾക്ക് വന്നിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വന്നിട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ചെടികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു വൈബുള്ള ആളല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാതും ഒരു ഭാഗത്ത് കാണുമ്പോൾ എന്താ പറയുക, എനർജി കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഒരു ഈവനിങ് ടൈമിലാണ്, ഒരു 4 മണി ആ ടൈമിലാണ് എത്തിക്കുന്നത്. ആ ഒരു തണുപ്പും പിന്നെ ഈ ഒരു ചെടികളും അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ആ ഒരു വൈബും അത് പൊളിയാട്ടോ. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വൈബില്ലാത്ത ആൾക്കാരാണെങ്കിലും കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു എനർജിയൊക്കെ കിട്ടും. നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് ഓണാവും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഒരു ഈ ചെടികളൊക്കെ ഉള്ളതല്ലേ, അതിൻ്റെതായ ഒരു എനർജി അവിടെ ഉണ്ട്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറി ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഈ ഗാർഡനിങ് താല്പര്യമുള്ളവർ ഒരിക്കലും മിസ് ചെയ്യരുതേ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അത് നല്ല സെറ്റപ്പാണത്. കാരണം എൻ്റെ കൂടെ എൻ്റെ വന്ന ആളുകൾക്കൊക്കെ 1-2 ആൾക്കാർ ഗാർഡനിങ് താല്പര്യമുള്ളവരുണ്ടാകുന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇത്രയ്ക്ക് സെറ്റപ്പാണ്. പിന്നെ ക്യാമറയ്ക്ക് അവിടെ ചെറിയൊരു ഫീസ് കൊടുക്കണം.
നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. പോണ വഴിക്ക് ഈ വഴി കൂടെയൊക്കെ ചെടികളാണ്, എല്ലാ ഭാഗത്തും ചെടികൾ. ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു മുയലുണ്ട് അവിടെ. അത്യാവശ്യം വലുപ്പം എന്താണ് അതിനവിടെ വളർത്തുന്നത്. എന്തായാലും ഇവിടെ ചെമ്പൊക്കെ വാടക കൊടുക്കേണ്ടി പോകുന്നുണ്ട് കേട്ടോ, ബിരിയാണി വെക്കാനാ പോകുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ നല്ലതേ. ചെമ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്തായാലും പൂക്കളുണ്ട്, അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഒരു ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ കയറിയിട്ടുണ്ട്, ഇന്നെ പോലുള്ള ആൾക്കാർ അങ്ങനെ ഇതിൽ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിൽ കട്ട് ചെയ്ത് വെച്ച ഒരുപാട് രൂപങ്ങളുണ്ട്. അത് കാണാൻ തന്നെ ഭംഗിയാണ്, ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര ഭംഗിയാണത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഓറഞ്ചുകളുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. കുറേ ഓറഞ്ചുകൾ, പല ഭാഗത്തുള്ള ഓറഞ്ചുകൾ, എല്ലാ ഐറ്റം ഓറഞ്ചുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നാഗ്പൂർ ഓറഞ്ചാണിത്. അങ്ങനെ എല്ലാവിധ ഐറ്റം ഓറഞ്ചുകളായിട്ടൊരു ഭാഗത്തുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുകയാണ്. നാഗ്പൂർ ഓറഞ്ചാണ് നേരത്തെ കണ്ടത്. പിന്നെ ആപ്പിൾ ചെറി, അങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ചൈനീസ് ഓറഞ്ചാണ്, ചൈനീസ് ഓറഞ്ച്. അങ്ങനെ പിന്നെ അതേമാതിരി നീലക്കുറിഞ്ഞിയുടെ ചെടി ഇവിടെ ഉണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞിയുടെ ചെടി 14 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി, അതിൻ്റെ ചെടിയാണിത്. അത് വെള്ള കളറായിട്ട് എനിക്ക് തോന്നുന്നത്, നീലക്കുറിഞ്ഞി അത്രേ, അങ്ങനെയാണ് പറയണത്. കല്ലുവാഴ ഈ സാധനം പിന്നെ കാടിൻ്റെ ഉള്ളിൽ, മലയുടെ ഉള്ളിലൊക്കെ, നല്ല കാടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. അതുണ്ട്. ഒരുപാട് അപൂർവ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ കയറി ഒരിക്കലും നഷ്ടാവില്ല. ഒന്ന് കയറുന്നത് നല്ലതാണ്, പുതിയ അറിവുകൾ കിട്ടും. നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വരുന്ന വഴിക്ക് ഇതിവിടെ അടുത്താണ്, ഇത് എന്തായാലും ഒന്ന് കയറുക. പോയിട്ടുള്ള നമ്മളെ ഊട്ടിയിൽ നിന്ന് കണ്ടല്ലോ ഉള്ള സാധനം. എന്തായാലും എന്താണ് ഈ താഴെയുള്ളത്? ജെല്ലി മിഠായിയാണ്, മിഠായിയാണത്. ഒരു മരുന്ന് കട തന്നെ ഉണ്ട് ഇവിടെ, ഒരു നാട്ടുമരുന്നിൻ്റെ കട. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഹാൻഡ് ക്രാഫ്റ്റുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് വാങ്ങേണ്ട ആൾക്കാർക്കൊക്കെ അത് വാങ്ങാം. എൻ്റെ ആവശ്യങ്ങൾ അവരെ ഇതിലുണ്ടാക്കുന്ന കുറേ ഔട്ട്ലെറ്റും കാര്യങ്ങളും, അതിൻ്റെ സാധനങ്ങളൊക്കെ ഔട്ട്ലെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെന്താണ്, കൈത്തറി വന്നിട്ടുണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. കാപ്പിക്കുരുവാണ്. ചോക്ലേറ്റ്, നമ്മളെ ചോക്ലേറ്റുകൾ നമ്മളെ ഊട്ടിയിൽ നിന്ന് കണ്ടല്ലോ ഉള്ള സാധനം. എന്തായാലും എന്താണ് ഈ താഴെയുള്ളത്? ജെല്ലി മിഠായിയാണ്, മിഠായിയാണത്. ഒരു മരുന്ന് കട തന്നെ ഉണ്ട് ഇവിടെ, ഒരു നാട്ടുമരുന്നിൻ്റെ കട. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഹാൻഡ് ക്രാഫ്റ്റുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് വാങ്ങേണ്ട ആൾക്കാർക്കൊക്കെ അത് വാങ്ങാം. എൻ്റെ ആവശ്യങ്ങൾ അവരെ ഇതിലുണ്ടാക്കുന്ന കുറേ ഔട്ട്ലെറ്റും കാര്യങ്ങളും, അതിൻ്റെ സാധനങ്ങളൊക്കെ ഔട്ട്ലെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെന്താണ്, കൈത്തറി വന്നിട്ടുണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. ഇവിടെ ചായപ്പൊടി അതുപോലെ ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ നല്ല നിലവാരമുള്ള സാധനങ്ങളാട്ടോ. കാരണം കുറച്ച് വില കുറച്ച് കൂടുതലുണ്ട്, എന്നിരുന്നാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കിനി അടുത്തത് പോകാനുള്ള സ്ഥലം ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് നമുക്കൊക്കെ അവിടെ കാണാം. ഫോട്ടോഷൂട്ട് ചെയ്യണതും ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിക്കണമൊക്കെ സെയിം റൂട്ടിലാണല്ലോ, അപ്പോൾ കാണാം. അങ്ങനെ നമ്മളിനി അടുത്തതായിട്ട് പോണത് ഫോട്ടോഷൂട്ട് ചെയ്യണം. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സമയം വൈകിയ കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകരിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.